ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ വേഗം കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് അരി ഉണ്ട് ഒരു ഗ്ലാസ്, അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ചോറ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ തലേ ദിവസത്തെ മാവുണ്ട്, അതിലേക്ക് നമ്മൾ ഒരു അല്പം പഞ്ചസാര ഇട്ടിട്ട് ഈസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. ഒരു സ്പൂൺ അര സ്പൂൺ ഇട്ടാൽ മതി. ഇത് നമ്മൾ അരി കുതിർത്തി വെച്ചതിന് ശേഷം ഇത് അതിലേക്ക് അരച്ച് ചേർക്കുന്നതാണ്. അരച്ച് ചേർത്തതിൻ്റെ മാവിലേക്ക് അതുകൂടി മിക്സ് ആക്കും നമ്മൾ. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇപ്പം അല്ലാതെ ഈസ്റ്റോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുള്ള തലേ ദിവസത്തെ ദോശമാവില്ലേ, അത് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ആക്കിയിട്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3-4 മണിക്കൂർ വെക്കുന്നുണ്ട്. 4 മണിക്കൂർ 5 മണിക്കൂർ വെച്ചാൽ മതി. അത്ര കഴിഞ്ഞിട്ട് നമുക്കത് ഒന്ന് പൊങ്ങാൻ വയ്ക്കാൻ വേണ്ടി വയ്ക്കാം. ഞാൻ അരച്ച് വെച്ച മാവ് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണത്. ഇതിൽ നമുക്ക് അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കിത് അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നമുക്ക് അല്പം എണ്ണ ഇതിനകത്തോടൊന്ന് തൂവി കൊടുക്കാം. നമുക്കല്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവൊന്ന് ഒഴിക്കാം. ഒരു ചെറിയ തവി ആയതുകൊണ്ട് ഞാനൊരു 3 തവി ഒഴിക്കുന്നുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി നല്ലോണം ശ്രദ്ധിക്കണം. ഈ ലെവലായിരിക്കണം നമുക്ക് വേണ്ടത്. അത് നമ്മളൊന്ന് നല്ലോണം പരത്തി കൊടുത്ത് നമ്മൾ അടച്ചു വെച്ചാൽ നടുഭാഗം പൊങ്ങി വരുന്നതാണ്. നമുക്ക് ഈ അപ്പം ഒന്ന് വെന്തോ നോക്കാം. നമുക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ സോഡയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത്തിരി കൂടി മൊരിഞ്ഞിട്ട് വേണമെങ്കിൽ വേഗം നമുക്കത് ഇത്തിരി കൂടി കുറച്ച് നേരം കൂടി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വെള്ളപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലാണ്. വെള്ളപ്പം നമ്മുടെ ചിക്കൻ കറി ഉണ്ട്, അത് നേരത്തെ ഉണ്ടാക്കി നമ്മൾ പറഞ്ഞുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകം പറയുന്നില്ല.